എയർബിഎൻബി എന്ന് പറയുന്നത് ഇന്നൊരു $1 ബില്യൺ കമ്പനിയാണ്. പക്ഷെ ഒരു സമയത്ത് അവർക്ക് റെന്റ് പോലും കൊടുക്കാൻ കാശില്ലാതെ പൂട്ടിപ്പോണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അന്ന് അതിന്റെ ഫൗണ്ടേഴ്സ് സർവൈവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടാണ് പൈസ ഉണ്ടാക്കിയത്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് എയർബിഎൻബി തുടങ്ങുന്നത്. അവരുടെ ആശയം എന്ന് പറയുന്നത് മറ്റു ഹോട്ടലുകളിൽ ആളുകൾക്ക് റൂം കിട്ടാതാവുമ്പോൾ എയർ മാട്രസുകൾ റെന്റിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ഐഡിയ അവർ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ പിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഴ്സിനൊന്നും അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു തരത്തിലുള്ള ഫണ്ടും റേസ് ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അവരുടെ ആ അപ്പാർട്ട്മെന്റിന്റെ റെന്റ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുകയാണ്. ആൻഡ് ആ ഒരു സാഹചര്യത്തിൽ ഗിവ് അപ്പ് ചെയ്യുന്നതിന് പകരം അവർ മറ്റൊരു പ്രൊഡക്റ്റ് വിറ്റ് അവർക്ക് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സീരിയൽ ബോക്സസ് ആയിരുന്നു. അതായത് നമ്മുടെ കോൺഫ്ലിക്സ് പോലെയൊക്കെയുള്ള സീരിയൽസിന്റെ ബോക്സസ് ആയിരുന്നു അവർ വിൽക്കാനായി തീരുമാനിച്ചത്. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ സീരിയൽ ബോക്സസ് 2 മുതൽ കൂടിപ്പോയ $4 വരെ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അവർ അവരുടെ സീരിയൽ ബോക്സുകൾ വിറ്റത് $40. കാരണം അത് ഒരു എലക്ഷൻ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒബാമ ഓസെന്നും അതുപോലെ കെപ്പൻ മക്കെയിൻസ് എന്നും ഒക്കെയുള്ള പേരിലുള്ള സ്പെഷ്യൽ എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ സീരിയൽ ബോക്സസ് ആണ് അവർ പുറത്തിറക്കിയത്. അതിലൂടെ ഏതാണ്ട് $30,000 അവർ റേസ് ചെയ്യുകയും അവർക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായ പൈസ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള പീറ്റർ തിയൽ എയർബിഎൻബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിനെ ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഈ സീരിയൽ ബോക്സുകൾ അവർ വിറ്റ കഥയും കൂടെ ആയിരുന്നു. വെറും $4 വിറ്റുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ സാധിച്ച ചെറുപ്പക്കാർക്ക് ഈ ബിസിനസ് ഐഡിയ സക്സസ്ഫുൾ ആക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇന്ന് നമുക്ക് അറിയുന്നത് പോലെ എയർബിഎൻബി എന്ന് പറയുന്നത് ഒരു $1 ബില്യൺ കമ്പനിയാണ്. ലോകമെമ്പാടും അവരുടെ സാന്നിധ്യം ഉണ്ട് താനും. ഇന്ന് അവർ ആ നിലയിൽ എത്തി നിൽക്കുന്നത് അന്ന് ആ ചെറുപ്പക്കാര് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കാതെ സീരിയൽ ബോക്സുകൾ വിൽക്കാനായി ഇറങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ബിസിനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്നൊരു സക്സസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ സർവൈവൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്റ്റോറിയുമായി കാണാം. ടിൽ ദെൻ കാപ്പേഡിയം.